നടി ആക്രമിക്കപ്പെട്ട കേസിലെ പ്രധാന പ്രതിയായ പൾസർ സുനി ജാമ്യത്തിലിറങ്ങി, അതും 7 വർഷത്തിന് ശേഷം. ഇതിലെ പ്രധാന കൗതുകം എന്തെന്നല്ലേ, ആദ്യമായി ജയിലിലേക്ക് പോകുമ്പോൾ 250 രൂപ അമ്മയ്ക്ക് ഫോൺ ചെയ്യാനായി സഹതടവുകാരനോട് കത്തെഴുതിയ പൾസർ സുനി 3 ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി മാത്രം മുടക്കിയത് ലക്ഷങ്ങൾ, അതായത് കോടിയോടടുത്ത് വരുന്ന ഒരു എമൗണ്ട്. ഈ തുക എവിടെ നിന്ന് വന്നു? ഇതിന്റെ സോഴ്സ് കണ്ടുപിടിക്കാൻ ഒരു മാധ്യമപ്രവർത്തകർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. പൾസർ സുനിയുടെ ഒരു ദിവസത്തെ ജയിലിലെ വേതനം എന്ന് പറയുന്നത് 60 രൂപ മുതൽ 100 രൂപ വരെയാണ്. 7 വർഷത്തിനിടയിൽ ലക്ഷങ്ങൾ മുടക്കി, കോടികൾ മുടക്കി 3 ജാമ്യാപേക്ഷ സുപ്രീം കോടതിയിൽ സമർപ്പിക്കാൻ ഇദ്ദേഹത്തിന്റെ കാഷിന്റെ സോഴ്സ് എവിടെ നിന്നാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മുടെയൊക്കെ ഓരോ നാണയത്തൊട്ടുകളും ടാക്സും മറ്റു കാര്യങ്ങളുമൊക്കെ ആയിട്ട് സർക്കാർ പിടിച്ചു വാങ്ങുമ്പോൾ ഈ സോഴ്സ് എവിടെ നിന്നാണെന്ന് അറിയേണ്ടത് സാധാരണ ജനങ്ങൾക്ക് അവകാശമുണ്ട്. ഇത് കള്ളപ്പണമായിട്ടോ കുഴൽപ്പണമായിട്ടോ മറ്റു രാജ്യങ്ങളിൽ നിന്ന് എത്തിയതാണോ എന്നുള്ളതിന്റെ ഒരു തെളിവ് ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. സാധാരണ ജനങ്ങൾക്ക് ഇത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ കേസ് വളരെ തികച്ചും വേറിട്ട ഒരു കേസായിട്ട് നമ്മുടെ മുമ്പിൽ എന്നും നിലനിൽക്കും. കാരണം കോടതി പോലും പ്രതിക്ക്, പ്രത്യേകിച്ചും 8ാം പ്രതി ദിലീപിന് അനുകൂലമായി പല പ്രസ്താവനകളും നിയമ നടപടികൾക്കും മുതിരുന്നത് നമ്മൾ നേരിട്ട് കാണേണ്ടി വന്ന ഒരു അവസ്ഥയുണ്ട്. ബഹുമാനപ്പെട്ട കോടതിയുടെ മേശവളപ്പിൽ നിന്നും നടിയുടെ ദൃശ്യങ്ങൾ ചോർന്നതായും അത് ഉദ്യോഗസ്ഥർ കണ്ടതായും പറയപ്പെടുന്നു. ഇതിന് ഉത്തരവാദി ആര്? ഇതിനെതിരെ എന്ത് അന്വേഷണമാണ് നടന്നിരിക്കുന്നത്? ഇങ്ങനെയുള്ള കോടതികളെയും കോടതി ഉദ്യോഗസ്ഥന്മാരെയും നാളെ നമുക്ക് സാധാരണ ജനങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? സുപ്രീം കോടതിയിൽ നിന്ന് കീഴ്ക്കോടതിയെ നിശിതമായി വിമർശിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ ഇന്ന് കണ്ടു. വിചാരണ എത്രത്തോളം നീട്ടിവെക്കാൻ പറ്റുമോ അത്രത്തോളം നീട്ടിവെക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി അന്വേഷണ ഉദ്യോഗസ്ഥനെ 100-ലധികം തവണ ചോദ്യം ചെയ്യാൻ കീഴ്ക്കോടതി അനുമതി കൊടുത്തു. അതെന്തിന്? അതിനെതിരെ സുപ്രീം കോടതി രൂക്ഷമായി വിമർശനമാണ് ഇന്ന് ഉന്നയിച്ചത്. ഇതുപോലുള്ള കോടതികളെയൊക്കെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ ഈ കോടതികൾക്കൊക്കെ കഴിയണ്ടേ? ഇതിൽ തന്നെ വിളവ് തിന്നുന്നു എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് പോകും. നിയമങ്ങൾ ഒരിക്കലും കടലാസിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല, അത് പ്രാവർത്തികമാക്കി പ്രവർത്തിച്ച് ജീവിതത്തിൽ കാണിച്ചു തരേണ്ടതാണ്. അതാണ് കോടതികൾ ചെയ്യേണ്ടത്. അതിന് മുൻകൈ എടുക്കണം ഈ കാലഘട്ടത്തിലെങ്കിലും എന്നാണ് എൻ്റെ വിനീതമായ അപേക്ഷ.